തമിഴിലെ പ്രോമിസിംഗ് ഡയറക്ടറായ കാർത്തിക് സുബ്രാജ് സംവിധാനം ചെയ്ത് തിയേറ്ററുകളിലും OTT-യിലുമായി റിലീസ് ചെയ്ത സിനിമകൾ. ഈ സിനിമകളിൽ ഏതൊക്കെ സിനിമകൾ വിജയിച്ചു, ഏതൊക്കെ സിനിമകൾ പരാജയപ്പെട്ടു എന്നാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കിക്കാണാനായിട്ട് പോകുന്നത്. നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. കാർത്തിക് സുബ്രാജ് സംവിധാനം ചെയ്ത് ആദ്യം തിയേറ്ററുകളിൽ എത്തുന്ന ചിത്രമായിരുന്നു പിസ. 2012-ലായിരുന്നു ഈ ഒരു സിനിമ റിലീസ് ചെയ്തത്. വിജയ് സേതുപതിയായിരുന്നു ഈ ഒരു സിനിമയിലെ നായകൻ. ഈ ഒരു സിനിമ ബോക്സ് ഓഫീസിൽ സൂപ്പർ ഹിറ്റായി മാറിയ ഒന്നായിരുന്നു. പിന്നീട് 2014-ലാണ് കാർത്തിക് സുബ്രാജിന്റെ അടുത്ത ഒരു ചിത്രം തിയേറ്ററുകളിൽ എത്തുന്നത്. ജിഗർദണ്ഡ എന്നായിരുന്നു ഈ ഒരു സിനിമയുടെ പേര്. ഈ ഒരു സിനിമയും ബോക്സ് ഓഫീസിൽ ഹിറ്റായി മാറിയ ഒന്നാണ്. അതിനുശേഷം 2016-ൽ കാർത്തിക് സുബ്രാജ് സംവിധാനം ചെയ്ത് തിയേറ്ററുകളിൽ എത്തിയ മറ്റൊരു ചിത്രമായിരുന്നു ഇരവി. വിജയ് സേതുപതി, S.J. സൂര്യ, ബോബി സിംഹയൊക്കെ ആയിരുന്നു ചിത്രത്തിലെ കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിച്ചിരുന്നത്. ഈ ഒരു സിനിമ ബോക്സ് ഓഫീസിൽ ഒരു ആവറേജ് വിജയം മാത്രമാണ് നേടിയെടുത്തിരുന്നത്. കാർത്തിക് സുബ്രാജിൻ സംവിധാനത്തിൽ വന്ന ചിത്രങ്ങളിൽ ഒരുപാട് ഇഷ്ടമുള്ള ഒരു സിനിമയാണ് ഇരവി. ഈ ഒരു ചിത്രത്തിന്റെ ക്ലൈമാക്സ് കണ്ട പ്രേക്ഷകർ ഒരിക്കലും മറക്കാൻ സാധ്യതയില്ല. ഇരവി എന്ന സിനിമയെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമന്റ് ചെയ്യുക. അതിനുശേഷം 2018-ൽ കാർത്തിക് സുബ്രാജ് സംവിധാനം ചെയ്ത് തിയേറ്ററുകളിൽ എത്തിയ ചിത്രമായിരുന്നു പ്രഭുദേവ നായകനായിട്ടെത്തിയ മെർക്കുറി. ഈ ഒരു ചിത്രം ബോക്സ് ഓഫീസിൽ പരാജയപ്പെട്ടു പോയി. പിന്നീട് 2019-ൽ രജനീകാന്തിനെ നായകനാക്കി കാർത്തിക് സുബ്രാജ് സംവിധാനം ചെയ്ത് തിയേറ്ററുകളിൽ എത്തിയ ചിത്രമായിരുന്നു പേട്ട. ഈ ഒരു സിനിമ ബോക്സ് ഓഫീസിൽ ഒരു മെഗാ ബ്ലോക്ക് ബസ്റ്ററായി മാറിയ ഒരു സിനിമയായിരുന്നു. അതിനുശേഷം 2021-ൽ ധനുഷിനെ നായകനാക്കി കാർത്തിക് സുബ്രാജ് സംവിധാനം ചെയ്ത് OTT റിലീസ് ചെയ്ത ചിത്രമായിരുന്നു ജഗമേ തന്ത്രം. ഈ ഒരു ചിത്രത്തിന് നെഗറ്റീവ് റെസ്പോൺസ് ആണ് OTT റിലീസിന് ശേഷം ലഭിച്ചത്. ഈ ഒരു ചിത്രം തിയേറ്റർ റിലീസ് ചെയ്യുകയായിരുന്നെങ്കിൽ തീർച്ചയായും പരാജയപ്പെട്ടു പോകേണ്ട ഒരു സിനിമയാണ്. OTT റിലീസിലും വലിയ ഒരു ഇമ്പാക്റ്റ് ഒന്നും ഉണ്ടാക്കാൻ ഈ സിനിമയ്ക്ക് കഴിഞ്ഞില്ല. ഒരു പരാജയ ചിത്രമായി തന്നെയായിരുന്നു മാറിയത്. അതിനുശേഷം 2022-ലും കാർത്തിക് സുബ്രാജ് സംവിധാനം ചെയ്ത് OTT റിലീസ് ചെയ്ത മറ്റൊരു ചിത്രമായിരുന്നു മഹാന്. വിക്രമായിരുന്നു ഈ ഒരു സിനിമയിലെ നായകൻ. വിക്രമിന്റെ തുടർച്ചയായ പരാജയങ്ങൾക്ക് ശേഷം അത്യാവശ്യം നല്ലൊരു സിനിമയായിട്ട് തോന്നിയ ഒന്നായിരുന്നു മഹാന്. OTT റിലീസായിരുന്നു. തിയേറ്ററിൽ റിലീസ് ചെയ്യുകയായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഹിറ്റ് അടിക്കേണ്ടിരുന്ന ഒരു സിനിമ കൂടിയായിരുന്നു മഹാന്. മഹാൻ എന്ന സിനിമയെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമന്റ് ചെയ്യുക. അതിനുശേഷം 2023-ൽ കാർത്തിക് സുബ്രാജ് സംവിധാനം ചെയ്ത് തിയേറ്ററുകളിൽ എത്തിയ ചിത്രമായിരുന്നു ലോറൻസ് നായകനായിട്ട് വന്ന ജിഗർദണ്ഡ XXL. S.J. സൂര്യയും ലോറൻസുമായിരുന്നു ചിത്രത്തിലെ കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്. ഈ ഒരു ചിത്രവും ബോക്സ് ഓഫീസിൽ ഹിറ്റായി മാറി. 2025-ൽ ഇനി വരാൻ പോകുന്ന ഒരു ചിത്രമാണ് സൂര്യ നായകനായിട്ടുള്ള റെട്രോ. 1-ാം തീയതി മെയ് 1-നാണ് സിനിമ തിയേറ്ററുകളിൽ എത്തുന്നത്. സിനിമ കണ്ടതിന് ശേഷം സിനിമയെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് പറയുക. അപ്പോൾ കാർത്തിക് സുബ്രാജ് സംവിധാനം ചെയ്ത് തിയേറ്ററുകളിൽ റിലീസ് ചെയ്ത സിനിമകളിൽ ഒരു സിനിമ മാത്രമാണ് തിയേറ്ററിൽ പരാജയപ്പെട്ടു പോയത്. 2018 റിലീസ് ചെയ്ത മെർക്കുറി. അപ്പം ഈ ഒരു ലിസ്റ്റിൽ കാർത്തിക് സുബ്രാജിന്റെ സംവിധാനത്തിൽ വന്ന സിനിമകളിൽ OTT-യിലും തിയേറ്ററുകളിലുമായി റിലീസ് ചെയ്ത സിനിമകളിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതും അതുപോലെ തന്നെ ഒട്ടും ഇഷ്ടപ്പെടാതെ പോയതുമായിട്ടുള്ള സിനിമകൾ ഏതൊക്കെയാണ് എന്ന് ഒന്ന് കമന്റ് ചെയ്യുക.